ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 22 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 23 മുതൽ 25 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസു വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ അം ലിൽ ഇൻസാനി മാ തമന്നാ ഫലില്ലാഹിൽ ആഖിറതു വൽ ഊലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സത്യനിഷേധികളോടുള്ള ചില ചോദ്യങ്ങളായിരുന്നു. ആ ലാത്തയെയും ഉസ്സയെയും ഒക്കെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതേപോലെ ആ മൂന്നാമത്തെ മറ്റേ മനാത്തയെക്കുറിച്ചും. നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹുവിന് പെൺകുട്ടികളുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു നീതികെട്ട ഓഹരി വെക്കൽ തന്നെ. ശേഷം അള്ളാഹു പറയുന്നു, ഇൻ ഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വ ആബാഉക്കും. ഇൻ ഹിയ, ഇവിടെ ഇൻ എന്നുള്ളതിന് ഇല്ല, അല്ല എന്നുള്ള അർത്ഥമാണ്. ഹിയ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അവ. ഇൻ ഹിയ അവയല്ല, അല്ലെങ്കിൽ അത് അല്ല, അല്ലെങ്കിൽ ഇത് അല്ല, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. ഇവിടെ നമുക്ക് ഇൻ ഹിയ അവയല്ല. ഇല്ല അസ്മാ ഉൻ, ഇല്ല അല്ലാതെ. അസ്മാ ഇസ്മ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്മാ. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, അസ്മാ പേരുകൾ. ഇല്ല അസ്മാ ഉൻ പേരുകൾ അല്ലാതെ. സമ്മൈതുമൂഹ, സമ്മ എന്ന് പറഞ്ഞാൽ പേരിട്ടു, പേര് നൽകി. സമ്മൈത്തും, സമ്മ എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ സമ്മൈത്തും എന്നാണ് വരിക. നിങ്ങൾ പേരിട്ടു. അതിൻ്റെ കൂടെ ഹ എന്ന് ചേർക്കുമ്പോൾ ആ സമ്മൈത്തും എന്നുള്ളത് സമ്മൈത്തുമൂ എന്നാവും. സമ്മൈത്തുമൂഹ, നിങ്ങൾ അവയ്ക്ക് പേരിട്ടു, നിങ്ങൾ അതിന് പേരിട്ടു. അൻതും വ ആബാഉക്കും, അൻതും നിങ്ങൾ തന്നെ. വ ആബാഉക്കും, ആബാ അബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആബാ. അബു എന്ന് പറഞ്ഞാൽ പിതാവ്, ആബാ പിതാക്കൾ. ആബാഉക്കും നിങ്ങളുടെ പിതാക്കൾ. വ ആബാഉക്കും നിങ്ങളുടെ പിതാക്കളും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും അവയ്ക്ക് പേരിട്ടു. മാ അൻസലല്ലാഹു, അൻസല ഇറക്കി, നസല ഇറങ്ങി, അൻസല ഇറക്കി. മാ അൻസല ഇറക്കിയിട്ടില്ല. ആര്? അള്ളാഹു. അള്ളാഹു ഇറക്കിയിട്ടില്ല. ബിഹാ അതിനെപ്പറ്റി. ബി എന്ന് പറഞ്ഞാൽ പറ്റി, ഹ എന്ന് പറഞ്ഞാൽ അത്. ബിഹാ അതിനെപ്പറ്റി, അല്ലെങ്കിൽ അതിനെക്കൊണ്ട്, അല്ലെങ്കിൽ അവയ്ക്ക്, അല്ലെങ്കിൽ അതിന്. മിൻ സുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരം, അല്ലെങ്കിൽ തെളിവ്, പ്രമാണം, അധികൃത ലക്ഷ്യം, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പം മിൻ സുൽത്താൻ യാതൊരു അധികാരവും, യാതൊരു പ്രമാണവും, യാതൊരു തെളിവും. ഈ യത്തബിഊന ഇല്ലല്ലന്ന, ഇൻ ഇവിടെയും ഇൻ എന്നുള്ളതിന് ഇല്ല, അല്ല എന്നുള്ളൊക്കെ അർത്ഥമാണ്. യത്തബിഊന, ഇത്തബ എന്ന് പറഞ്ഞാൽ പിൻപറ്റി. യത്തബിഉ പിൻപറ്റും, പിൻപറ്റുന്നു. ഇത്തബ എന്ന് പറഞ്ഞാൽ മാദിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. യത്തബിഉ എന്ന് പറയുമ്പോൾ അത് മുളാരിയാണ്. മുളാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. അപ്പോൾ യത്തബിഉ പിൻപറ്റും, പിൻപറ്റുന്നു. യത്തബിഊന അവർ പിൻപറ്റും, അവർ പിൻപറ്റുന്നു. ഇൻ യത്തബിഊന അവർ പിൻപറ്റുന്നില്ല. ഇല്ലല്ലന്ന ഇല്ല അല്ലാതെ. അല്ലന്ന ഊഹം. ഇല്ലല്ലന്ന ഊഹത്തെ അല്ലാതെ. അവർ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല. വമാ തഹ്വ, ഈ തഹ്വ എന്നുള്ള പദത്തിൻ്റെ മാദിയായ രൂപം ഹവ എന്നാണ്. പക്ഷേ ഹവ എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ താഴ്ന്നു എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ ആഗ്രഹിച്ചു എന്നർത്ഥമുണ്ട്. എന്നാൽ അതിൻ്റെ മുളാരി പറയുമ്പോൾ താഴ്ന്നു എന്നുള്ള അർത്ഥത്തിൽ ഹവ പറഞ്ഞിട്ട് അതിൻ്റെ മുളാരി പറയുമ്പോൾ ഹവ യഹ്വി എന്നാണ് പറയുക മുളാരി. അതേസമയത്ത് ആഗ്രഹിച്ചു എന്ന അർത്ഥത്തിൽ ഹവ പറഞ്ഞതിന് ശേഷം അതിൻ്റെ മുളാരി പറയുമ്പോൾ ഹവ യഹ്വ എന്നാണ് പറയുക. വ്യത്യാസമുണ്ട്. താഴ്ന്നു എന്നുള്ള രൂപത്തിലാകുമ്പോൾ ഹവ യഹ്വി, ആഗ്രഹിച്ചു എന്നുള്ള അർത്ഥത്തിലാകുമ്പോൾ ഹവ യഹ്വ. ഇവിടെ തെഹ്വ എന്നല്ലേ വന്നത്, അത് സ്ത്രീലിംഗാക്കാനാണ് തുടക്കത്തിൽ താഴ് കൊടുത്തത്. അപ്പോൾ തെഹ്വ എന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ആഗ്രഹിച്ചു എന്നുള്ള അർത്ഥത്തിൽ നിന്ന് വന്നതാണിത്.
അപ്പോൾ തെഹുവ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പിൽ മാ വരുമ്പോൾ മാ തെഹുവ ആഗ്രഹിക്കുന്നത്, മാ എന്ന് പറഞ്ഞാൽ അത്, യാതൊന്ന്, മാ തെഹുവ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുമ്പിലൊരു വാവുണ്ട്, അത്തഫിൻ്റെ വാവാണ്. വമാ തെഹുവ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനെയും. അൽ അൻഫുസു, നഫ്സ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻഫുസ്. നഫ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ്, അൻഫുസ് മനസ്സുകൾ. അപ്പോൾ വമാ തെഹുവൽ അൻഫുസു, മനസ്സുകൾ ആഗ്രഹിക്കുന്നതിനെയും അല്ലെങ്കിൽ മനസ്സുകൾ ഇച്ഛിക്കുന്നതിനെയും. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. വലഖദ്, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. ലഖദ് തീർച്ചയായും, ലാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, ഖദ് തീർച്ചയായും, രണ്ടും കൂടെ ചേർത്ത് തീർച്ചയായും അങ്ങനെ തന്നെ അല്ലെങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ലഖദ് തീർച്ചയായും. ജാഅഹും, ജാഅ വന്നു, ഹും അവർക്ക്. അപ്പോൾ വലഖദ് ജാഅഹും തീർച്ചയായും അവർക്ക് വന്നിട്ടുണ്ട്. മിർ റബ്ബിഹിം, റബ്ബ് നാഥൻ രക്ഷിതാവ്, റബ്ബിഹിം അവരുടെ രക്ഷിതാവ്, മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്ന്. അപ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് വന്നിട്ടുണ്ട്. അൽ ഹുദാ നേർമാർഗം അല്ലെങ്കിൽ മാർഗദർശനം, അല്ലെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനം വന്നിട്ടുണ്ട് താനും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇൻഹിയ ഇല്ലാ അസ്മാ ഉൻ സമ്മൈത്തുമുഹ അൻതും വ ആബാഉക്കും. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേര് നൽകിയിട്ടുള്ളതായ ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. മാ അൻസലല്ലാഹു ബിഹ മിൻ സുൽത്താൻ, അള്ളാഹു അതിന് യാതൊരു അധികാരവും നൽകിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു അവയ്ക്ക് യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. ഈ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസു, അവരുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതിനെയും അവർ ഊഹിക്കുന്നതിനെയും അല്ലാതെ മറ്റൊന്നും അവർ പിൻപറ്റുന്നില്ല. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ, തീർച്ചയായും അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള നേർമാർഗദർശനം വന്നിട്ടുണ്ട്. അടുത്ത ആയത്ത് അം ലിൽ ഇൻസാനി മാ തമന്ന, അം അതോ അല്ലെങ്കിൽ അതല്ല ഉണ്ടോ, ലിൽ ഇൻസാനി ഇൻസാൻ മനുഷ്യൻ, ലിൽ ഇൻസാനി മനുഷ്യന്. അപ്പോൾ അം ലിൽ ഇൻസാനി അതല്ല മനുഷ്യന് ഉണ്ടോ അല്ലെങ്കിൽ അതോ മനുഷ്യന് ഉണ്ടോ. മാ തമന്ന, തമന്ന എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിച്ചു, മാ തമന്ന അവൻ ആഗ്രഹിച്ചത്, അവൻ വ്യാമോഹിച്ചത്, അവൻ കൊതിച്ചത്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അം ലിൽ ഇൻസാനി മാ തമന്ന, അതല്ല മനുഷ്യന് അവൻ കൊതിച്ചത് ഉണ്ടോ. അടുത്തായത് ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഉല, ഫലില്ലാഹി ഫ എന്നാൽ ലില്ലാഹി അള്ളാഹുവിനാണ്. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീ ചേർക്കുമ്പോൾ ലില്ലാഹി, അപ്പോൾ അള്ളാഹുവിനുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനാണ്. അൽ ആഖിറത്തു, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം അല്ലെങ്കിൽ അവസാനത്തേത്. വൽ ഊല ഇഹലോകവും, ഊല എന്ന് പറഞ്ഞാൽ ഇഹലോകം അല്ലെങ്കിൽ ആദ്യത്തേത്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല, അള്ളാഹുവിനാകുന്നു പരലോകവും ഇഹലോകവും. ഇപ്പോൾ നമ്മൾ പദങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർ അള്ളാഹുവിന് പുറമെ മറ്റ് പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പലതിനെയും ആരാധിക്കുമായിരുന്നു. അള്ളാഹു അവയുടെ പ്രധാനപ്പെട്ടവയുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഏതിനൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ഏതിനൊക്കെയാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്? ലാത്ത, ഉസ്സ, മനാത്ത, ഈ മൂന്നെണ്ണത്തിനെയാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ ആ മൂന്നെണ്ണത്തിനെയും എടുത്തു പറഞ്ഞിട്ട് അവയെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് അവർക്ക് കൃത്യമായി ചിന്തിക്കാനുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു. അതിനുശേഷം ഈ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ഇൻ ഹിയ ഇല്ല അസ്മാ ഉൻ സമ്മൈത്തുമുഹ അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേരിട്ട ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. ഇൻ ഹിയ അവ അല്ല, ഇല്ല അസ്മാ ഉൻ പേരുകളല്ലാതെ, സമ്മൈത്തുമുഹ അവയ്ക്ക് പേരിട്ടു, അൻതും വ ആബാഉക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേര് നൽകിയ ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. ഈ ലാത്ത എന്ന് പറഞ്ഞതും ഉസ്സ എന്ന് പറഞ്ഞതും മനാത്ത എന്ന് പറഞ്ഞതൊക്കെ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നൽകിയ ചില പേരുകൾ മാത്രമാണ്. അതല്ലാതെ മാ അൻസൽ അള്ളാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു അതിന് യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല, അള്ളാഹു അവയ്ക്ക് യാതൊരു അധികാരവും ഇറക്കിയിട്ടില്ല. അപ്പോൾ അവിടെ ഈ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികളൊക്കെ അതൊക്കെ അവരായിട്ട് നൽകിയ ചില പേരുകൾ മാത്രം. അവർ ചില പേരുകൾ നൽകി. എന്താണ് അതിന് അങ്ങനെ നൽകാനുള്ള കാരണം? പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടോ? ഒരു കഴിവുമില്ല. ഇനി എന്തെങ്കിലും പ്രമാണങ്ങളുണ്ടോ? അവയൊക്കെ ദൈവങ്ങളാണെന്നുള്ളതിന് വല്ല പ്രമാണങ്ങളുണ്ടോ? ഒരു പ്രമാണവും ഇല്ല. അള്ളാഹു എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ അവയ്ക്ക് യാതൊരു അധികാരവുമില്ല, ആ വിഗ്രഹങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അവയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് മാറ്റിക്കൊടുക്കാനോ ഒന്നുള്ള യാതൊരു കഴിവോ അധികാരമോ ഒന്നും ആ വിഗ്രഹങ്ങൾക്കില്ല. ഇനി അങ്ങനെ അവയ്ക്ക് പേരിടാനുള്ള അധികാരം ഇവർക്കുണ്ടോ? അങ്ങനെ അധികാരം ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇനി ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ തരത്തിൽ ഇവയൊക്കെ ആരാധിക്കാം എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? യാതൊരു തെളിവുമില്ല. അപ്പോൾ ഇവരും ഇവരുടെ പിതാക്കളും, ഈ അവിശ്വാസികളും അവരുടെ പിതാക്കളും നൽകിയ ചില പേരുകൾ മാത്രമാണിതൊക്കെ. ഈ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസു, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും അവർ ഊഹിക്കുന്നതും അവർ പിൻപറ്റുന്നു, അതല്ലാതെ മറ്റൊന്നും അവർ പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ യത്തബിഊന അവർ പിൻപറ്റുന്നില്ല ഇല്ലല്ലന്ന ഊഹത്തെ അല്ലാതെ, വമാ തഹ്വൽ അൻഫുസു മനസ്സ് ആഗ്രഹിക്കുന്നതിനെയും, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതിനെയും ഊഹത്തെയും അല്ലാതെ മറ്റൊന്നും അവർ പിൻപറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അതിനെ പിൻപറ്റുന്നുള്ളൂ. ഊഹത്തിനെ അവർ പിൻപറ്റുകയാണ്, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതിനെയും അവർ പിൻപറ്റുകയാണ്. എന്താണ് ഈ ഊഹത്തിനെ പിൻപറ്റുമ്പോഴുള്ള പ്രശ്നം? വെറുതെ ഊഹിക്കുക. സംശയിക്കലും ഊഹിക്കലും ഇത് രണ്ടും നമുക്കറിയാം എന്താണ് തമ്മിൽ വ്യത്യാസം. സംശയിക്കുക എന്നുള്ളതിന് നമ്മുടെ മനസ്സിൽ ചില പിൻബലങ്ങളൊക്കെ ഉണ്ടാവും. ആ പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തോടോ ഒരാളോടൊക്കെ ഉള്ള അയാളുടെ ആ വിശ്വാസ്യതയിൽ, അയാളുടെ ആ ഒരു സത്യസന്ധതയിലൊക്കെ ഒരു സംശയം തോന്നുക, അത് ശരിയാണോ എന്ന രൂപത്തിലൊരു സംശയം തോന്നുക. ആ സംശയം തോന്നാൻ ചില പിൻബലങ്ങളൊക്കെ, ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഊഹത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഊഹിക്കാം. യാതൊരു തെളിവുമില്ലാതെ വെറുതെ വേണമെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി ഊഹിച്ചങ്ങനെ കൂട്ടാം, ചിന്തിച്ച് കൂട്ടാം, യാതൊരു തെളിവില്ലെങ്കിലും. അപ്പോൾ ഈ ഊഹം എന്നുള്ളത് ഒട്ടും അടിസ്ഥാനമില്ലാത്തതാണ്. അതിനേക്കാൾ കുറച്ചും കൂടെ ബലതാണ് സംശയം എന്നുള്ളത്. സംശയിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഒരു പിൻബലം കിട്ടണം, അപ്പോഴാണ് നമുക്ക് സംശയം തോന്നുക. പക്ഷേ ഊഹത്തിന് യാതൊരു പിൻബലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അള്ളാഹു ഇവിടെ പറയാണ്, ഇവർക്ക് വെറും ഊഹമല്ലാതെ മറ്റൊന്നുമില്ല, ഇവർ ഊഹിച്ചു കൂട്ടിയതാണ് ഇതൊക്കെ, അല്ലാതെ ഒരു പിൻബലവും ഇല്ല. വമാ തഹ്വൽ അൻഫുസു, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും അവർ ഊഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും അവർ പിൻപറ്റുന്നില്ല. അതിനെ മാത്രമേ അവർ പിൻപറ്റുന്നുള്ളൂ. അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും അവർ ഊഹിക്കുന്നതും മാത്രമാണ് അവർ പിൻപറ്റുന്നത്. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള മാർഗദർശനം വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കണം, ശരിക്കും അവർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൃത്യമായ തെളിവോടുകൂടിയുള്ള പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഇതിനൊക്കെ കൃത്യമായൊരു മാർഗദർശനം അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ കൃത്യമായ തെളിവോടുകൂടിയുള്ള മാർഗദർശനത്തെ അവർ സ്വീകരിക്കുന്നില്ല. മറിച്ച് യാതൊരു തെളിവുമില്ലാതെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തെയാണ് അവർ പിൻപറ്റുന്നത്. ഒരേ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് പറയാണ്, വളരെ വ്യക്തമായ തെളിവോടുകൂടിയ മാർഗദർശനം അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അവർ പിൻപറ്റുന്നത് യാതൊരു തെളിവുമില്ലാത്ത, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിൽ കണക്കൂട്ടിയുണ്ടാക്കിയ അവരുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിലതിനെയാണ് അവർ പിൻപറ്റുന്നത്. അംലിൽ ഇൻസാനിമാ തമന്ന, മനുഷ്യന് അവൻ ആഗ്രഹിച്ചത് മുഴുവൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന് ആഗ്രഹിച്ചത് മുഴുവൻ അവന് കിട്ടും എന്നുണ്ടോ? മനുഷ്യന് അവൻ ആഗ്രഹിച്ചത് മുഴുവൻ നേടാം എന്നുണ്ടോ? മനുഷ്യന് അവൻ ആഗ്രഹിച്ചവരെയൊക്കെ ദൈവമാക്കാം എന്നുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യന് അവൻ ആഗ്രഹിച്ചത് മുഴുവൻ ചെയ്യാം എന്നാണോ? അങ്ങനെ പാടുണ്ടോ? അടുത്ത ആയത്തിൽ ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഉല, എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കണം, ഇഹലോകവും പരലോകവും എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അതിൻ്റെയൊക്കെ അധികാരം അള്ളാഹുവിനാണ്. അവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞപ്പോൾ ആഖിറത്തിനെയാണ് ആദ്യം പറഞ്ഞത്. ഫലില്ലാഹിൽ ആഖിറത്തു, അള്ളാഹുവിനുള്ളതാണ് പരലോകം. വൽ ഊല, ഇഹലോകവും. ആദ്യം പരലോക പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണം? ഈ ലോകത്തിന് വലിയ പ്രാധാന്യമില്ല, പ്രാധാന്യം പരലോകത്തിനാണ്. കാരണം പരലോകമാണ് അവസാനമില്ലാത്ത ലോകം, യാതൊരു തരത്തിലും പിന്നീടൊരു മടക്കമില്ലാത്ത ലോകം, എല്ലാവരും ലക്ഷ്യം വെക്കേണ്ട ലോകം. അതാണ് യഥാർത്ഥ ജീവിതം, യഥാർത്ഥ ലോകം അതാണ്. അവിടെയാണ് യഥാർത്ഥ ജീവിതമുള്ളത്. ഈ ലോകം എന്നുള്ളത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ ഇവിടെ ജീവിക്കുന്നു. ഇവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോകുന്നു. പിന്നീട് ഇങ്ങോട്ടൊരു മടക്കം ഇല്ല, ഒരു മടങ്ങിവരവില്ല. അപ്പോൾ ഈ ലോകം എന്നുള്ളത് വളരെ നൈമിഷികമാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിന് വലിയ പ്രാധാന്യമില്ല. അങ്ങനെ വളരെ ചെറിയ ഒരു കാലഘട്ടമായ ഈ ലോകത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, നാളെ പരലോകത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സമ്പാദിച്ചുകൊണ്ട്, നാളെ പരലോകത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ, നാളത്തെ ആ ഒരു മഹാലോകം, നാളത്തെ ആ ഒരു വലിയ ജീവിതത്തിൻ്റെ ലോകം, യഥാർത്ഥ ജീവിതത്തിൻ്റെ ലോകം, അവിടെ നമ്മൾ രക്ഷപ്പെടും.
അതുകൊണ്ട് ഈ ലോകം നാളത്തേക്കുള്ള ഒരു സമ്പാദ്യത്തിനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. നാളെ ജീവിക്കാൻ, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ എന്തൊക്കെ എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. പരലോകത്ത് എങ്ങനെ രക്ഷപ്പെടാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു കൂട്ടേണ്ടത്. അപ്പോൾ അള്ളാഹുവിനുള്ളതാണ് ഇഹലോകവും പരലോകവും. അത് രണ്ടും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് ആ ഉടമസ്ഥനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം. അവൻ നൽകിയ മാർഗദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇൻ ഹിയ, ഹാഇൻ്റെ മുമ്പ് സുക്കൂല നൂന് വന്നു, ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അങ്ങനെ ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രം സുക്കൂനുള്ള നൂന് എഴുതുമ്പോൾ ആ നൂനിൻ്റെ പുള്ളിക്ക് പുറമെ ആ സുക്കൂനിൻ്റെ അടയാളവും കൊടുക്കും. അല്ലാത്ത സന്ദർഭങ്ങളിലൊന്നും ആ ഒരു സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവില്ല, ഒരു പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ ഹിയ, ഇൻ ഹിയ ഇല്ലാ അസ്മാ ഉൻ, ഇല്ലാ എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്. അതിന് ശേഷം വരുന്ന അക്ഷരം അസ്മാ ഉൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ ഹംസയുടെ മുമ്പ് മദ് വന്നു, ഹംസയുടെ മുമ്പ് നീട്ടൽ വന്നു. അങ്ങനെയാവുമ്പോൾ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദത്തിലാണോ നോക്കണം. ഇവിടെ ഇല്ലാ എന്നുള്ളതൊരു പദം, അതിൻ്റെ അവസാനത്തിലാണ് നീട്ടൽ. അസ്മാ എന്നുള്ളത് വേറെ പദം, അതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. ഇനി അസ്മാ ഉൻ എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ മാ എന്നുള്ള നീട്ടലിന് ശേഷം ഉൻ ഹംസ വന്നു. അപ്പോൾ അസ്മാ ഉൻ, അവിടെ മാ എന്നുള്ള നീട്ടലുണ്ട്, പിന്നെ തൊട്ടടുത്ത അക്ഷരം ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. അത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അസ്മാ എന്നുള്ള ഒറ്റപ്പദല്ലേ, ആ ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. അങ്ങനെയാവുമ്പോൾ നിർബന്ധമായും 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിന് മദ് മുത്തസിൽ എന്ന് പറയും. അപ്പോൾ അസ്മാ ഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ്, ശേഷം സീനാണ്. സീനിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അസ്മാ സമ്മൈത്തുമുഹ മീമിൻ്റെ ഷദ് മണിക്കണം. സമ്മൈത്തുമുഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു നീട്ടുണ്ട്, സമ്മൈത്തുമുഹ. അതിനുശേഷം അൻതും എന്നുള്ള പദമാണ് വന്നത്, അതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ സമ്മൈത്തുമുഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ, അൻതും എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. അപ്പോൾ മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിൽ. മദ് മുൻഫസിൽ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ സമ്മൈത്തുമുഹ അൻതും എന്ന് പറയുമ്പോൾ താഇൻ്റെ മുമ്പ് സുക്കൂന നൂന് അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ അൻ എന്ന് പറയില്ല, ആന്തും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻഹിയ പറഞ്ഞപ്പോൾ ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് ആ നൂനിൻ്റെ പുള്ളിക്ക് പുറമെ സുക്കൂൻ്റെ അടയാളം ഇടുക. അന്തും എന്ന് പറയുമ്പോൾ അവിടെയും സുക്കൂനുള്ള നൂനാണ്, പക്ഷേ ആ നൂനിൻ്റെ പുള്ളി മാത്രമേ ഉള്ളൂ, സുക്കൂനിൻ്റെ അടയാളം ഇട്ടിട്ടില്ല. കാരണം അത് ഇൽഹാറല്ല. ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് ആ പുള്ളിയും സുക്കൂനിൻ്റെ അടയാളം രണ്ടും കൂടെ ഇടുക. അപ്പോൾ ആന്തും വ ആബാഉക്കും എന്ന് പറയുമ്പോൾ ബാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിൽ. ആബാ എന്നുള്ള ഒറ്റ പദമല്ലേ, അപ്പോൾ ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. മദ് മുത്തസിൽ നിർബന്ധമായും 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ആബാഉക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു സുക്കൂനുള്ള മീമ്, ശേഷം മാ അൻസല, അവിടെ മാ എന്നുള്ളത് ഹർക്കത്തുള്ള മീമ്. 2 മീമുകൾ അടുത്തടുത്ത് വന്നു, അതിൽ ആദ്യത്തെ മീമിന് സുക്കൂന്. അങ്ങനെയാവുമ്പോൾ ആ 2 മീമും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് മണിച്ചിട്ട് പറയണം. ഇദ്ഗാ മുത്തമാസിലൈനി എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ ആബാഉക്കും മാ അൻസല, മാ എന്നുള്ള നീട്ടലിന് ശേഷം അൻസല, അതിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ മദ് മുൻഫസിൽ 4 or 5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മാ അൻസല സായിൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, സീനിൻ്റെ മുമ്പ് സുക്കൂന നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ സുൽത്താൻ. യത്തബിഊന, യാഇൻ്റെ മുമ്പ് സുക്കൂന നൂന്, ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ യത്തബിഊന ഇല്ലദ്ദന്ന, ആ ഷദ്ദുള്ള നൂനിനെ മണിക്കുക. വമാ തഹ്വൽ അൻഫുസു, തഹ്വ എന്ന് ശരിക്കും നീട്ടാനുണ്ട്, പക്ഷേ ശേഷം ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ തഹ്വ അൽ അൻഫുസു എന്നല്ല പറയുക, ആ തഹ്വ എന്നുള്ളതിൻ്റെ അവസാനത്തെ നീട്ടൽ നഷ്ടപ്പെടും. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ കണ്ടാൽ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ തഹ്വ അൽ അൻഫുസു എന്നുള്ളത് തഹ്വൽ അൻഫുസു എന്നാവും. അൻഫുസ് എന്ന് പറയുമ്പോൾ ഫാഇൻ്റെ മുമ്പ് സുക്കൂന നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ആൻഫുസ്, അൻ എന്ന് പറയില്ല. അൻഫുസു എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു സ്വിലി കാണാം, അവിടെ പാരായണം നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നിർത്തുകയാണെങ്കിൽ അൻഫുസ് എന്ന് പറയുമ്പോൾ ആ സീനിന് സുക്കൂനിട്ട് നിർത്തണം. നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ലമ്മിട്ടിട്ട് അൻഫുസു എന്നുള്ള രൂപത്തിൽ തന്നെ ഓതിപ്പോവുക. വലഖദ്, ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം.
5 അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. ഖുത്തുബ് ജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, താ, ബ, ജീം, ദാൽ, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്ത് പറയണം. അപ്പോൾ വലഖദ്, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ജാ ജാ എന്ന് പറയുമ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ, ജാ എന്നുള്ള ഒറ്റ പദമാണ്. അപ്പോൾ അതിന് നിർബന്ധമായിട്ടും 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിൽ. ജാ ജാഅഹും മിർ റബ്ബിഹിം, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു. ആദ്യത്തെ മീമിന് സുക്കൂന്, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരൊറ്റ മീമായിട്ട് മണിച്ചിട്ട് പറയാം. ജാഅഹും മിർ റബ്ബിഹിം. മിർ റബ്ബിഹിം എന്ന് പറയുമ്പോൾ റോയിൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു. റോയിൻ്റെയോ ലാമിൻ്റെയോ മുമ്പ് സുക്കൂൻ നൂനോ തൻവീനോ വന്നാൽ ആ സുക്കൂൻ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ പൂർണ്ണമായിട്ടും ആ ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക് ലയിപ്പിക്കണം. അപ്പോൾ ഇവിടെ റോയിൻ്റെ മുമ്പ് സുക്കൂൻ നൂനാണല്ലോ, അതുകൊണ്ട് ആ സുക്കൂനുള്ള നൂനിനെ പൂർണ്ണമായിട്ടും റോയിലേക്ക് ലയിപ്പിക്കുക. പിന്നെ അവിടെ നൂന് പറയരുത്. അപ്പോൾ ഒരു ഷദ്ദുള്ള റോ പറയുന്ന രൂപത്തിലാണ് പറയാം. മിൻ എന്ന് പറയാതെ മിർ റബ്ബിഹിം, മീന്ന് കഴിഞ്ഞിട്ട് നേരെ ഷദ്ദുള്ള റോ പറയാം. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിമുൽ ഹുദ. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ഹുദ എന്ന് പറഞ്ഞിട്ട് പാരായണം നിർത്തുക. അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ വേണമെങ്കിൽ അവിടെ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. കാരണം തൊട്ടടുത്ത ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് എന്നുള്ള നിയമം വരും വ്യത്യസ്ത പദങ്ങളിൽ. അപ്പോൾ അവിടെ വേണമെങ്കിൽ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാം. പക്ഷേ അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ഹുദ എന്നുള്ളതിൻ്റെ മേലെയുള്ള നീട്ടാനുള്ള വര അത് നോക്കണ്ട. അവിടെ ഹുദ എന്നുള്ള 2 അക്ഷരത്തിൻ്റെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നിർത്തിയാൽ മതി. അം ലിൽ ഇൻസാനി, സീനിൻ്റെ മുമ്പ് സുക്കൂൻ നൂനി ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഇൻസാനി മാ തമന്ന, അനുവിൻ്റെ ഷദ്ദ് മണിക്കുക. ഫലില്ലാഹിൽ, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പ് കസ്റുൽ അക്ഷരം വന്നാൽ ലില്ലാഹി, ഇല്ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കണം. ലില്ലാഹി എന്ന് പറയില്ല, ലില്ലാഹി എന്നാണ് പറയാം. ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസു വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ അം ലിൽ ഇൻസാനി മാ തമന്നാ ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊലാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇൻ ഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും അവക്ക് പേര് നൽകി എന്ന് പറഞ്ഞല്ലോ. സമ്മൈതുമുഹ അവക്ക് പേര് നൽകി, അൻതും വ ആബാഉക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും. അപ്പോൾ ആ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും എന്നുള്ളത് അവിടെ ഫായിലാണ്. ശരിക്ക് അൻതും എന്നുള്ളതിനെ നമ്മൾ ഫായിലായിട്ട് പറയും. വ ആബാഉക്കും എന്നുള്ളത് ആ ഫായിലിലേക്ക് മഅത്തൂഫ് എന്ന് പറയും. അപ്പോൾ അതും ഫായിൽ തന്നെയാണ്. പക്ഷേ ആദ്യത്തേനെ ഫായിൽ എന്ന് പറയും, രണ്ടാമത്തേനെ ആദ്യത്തെ ഫായിലേക്ക് ചേർക്കപ്പെട്ടത് മഅത്തൂഫ് എന്ന് പറയും. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. പക്ഷേ ഇവിടെ അൻതും എന്ന് പറയുമ്പോൾ അതിന് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതൊരു മബ്നിയായ പദം, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ആബാ ഉ എന്നുള്ളത് അവിടെ നമുക്ക് റഫ് കാണിക്കാം, ലമ്മ് കൊണ്ട് റഫ് കാണിക്കാം. അതുകൊണ്ടാണ് ആബാ ഉ എന്ന് എഴുതിയത്. ഇനി സമ്മൈതുമൂഹ, ആ ഹാ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ അതിന് ഇറാബ് എപ്പോഴും നെസ്ബായിരിക്കും. പക്ഷേ ഇവിടെ അതിന് ആ തരത്തിൽ നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഹാ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മബ്നിയായ പദമാണ്, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. മാ അൻസലല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല, അള്ളാഹു ഇറക്കിയിട്ടില്ല. അപ്പോൾ അവിടെ കർത്താവ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് അത് അള്ളാഹു ആണ്. അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പദം അത് റഫ് കിട്ടിയ രൂപത്തിലാണ് എഴുതേണ്ടത്, കാരണം അത് ഫായിലായതുകൊണ്ട്. അപ്പോൾ അതിന് അവിടെ ലമ്മിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ആ റഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു എന്ന അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത് അത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ ആയതുകൊണ്ടാണ്. ബിഹാ മീൻ സുൽത്താൻ, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് സുൽത്താനിൻ അവസാനത്തിൽ കസർ തൻവീൻ ഇട്ടത് ആ മിന്ന് വന്നതുകൊണ്ടാണ്. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസു, എന്തുകൊണ്ട് യഹ്വ എന്ന് എഴുതാതെ തെഹ്വ എന്ന് എഴുതി? സ്ത്രീലിംഗ രൂപത്തിൽ എഴുതി. യഹ്വ എന്നുള്ളത് പുല്ലിംഗ രൂപമാണ്, തെഹ്വ എന്നുള്ളത് സ്ത്രീലിംഗ രൂപമാണ്. സ്ത്രീലിംഗ രൂപത്തിൽ എഴുതാൻ കാരണം എന്തിനെ പറ്റിയാണിത് പറഞ്ഞത്? മാ തഹ്വ, ആഗ്രഹിച്ചത്. ആരാഗ്രഹിച്ചത്? അൽ അൻഫുസു, മനസ്സുകൾ. ആ മനസ്സുകൾ എന്നുള്ള പദം, അൻഫുസ് എന്നുള്ള പദം സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് തെഹ്വ എന്ന് എഴുതിയത്. ഇനി ആ അൻഫുസ് എന്നുള്ള പദം പുല്ലിംഗമായിരുന്നുവെങ്കിൽ യഹ്വ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇനി വമാ തഹ്വ, ആഗ്രഹിച്ചത്. ആരാഗ്രഹിച്ചത്? അൽ അൻഫുസ്, മനസ്സുകൾ. അപ്പോൾ അൻഫുസ് എന്നുള്ള ഇവിടെ ഫായിലാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫാണ്. അതുകൊണ്ടാണ് അൻഫുസു അതിൻ്റെ അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയത്. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ, മിൻ റബ്ബിഹിം. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് റബ്ബി എന്ന് എഴുതിയത്.
റബ്ബി എന്ന് എഴുതിയതിന് ശേഷം പിന്നെ ഹും എന്നതിനോട് കൂടി ചേർക്കാൻ പറ്റില്ല, ഹിം എന്നാണ് ചേർക്കുക. അതുകൊണ്ടാണ് റബ്ബി ഹിം എന്ന് എഴുതിയത്. റബ്ബി ഹും എന്ന് പറയില്ല. അം ലിൽ ഇൻസാനി, ലി എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഇൻസാനി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. മാ തമന്ന ഫലില്ലാഹി, ലി എന്നുള്ളത് ഹർഫ് ജറാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ അത് വന്നപ്പോൾ ലില്ലാഹി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. അൽ-ആഖിറത്തു വൽ ഊല. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.